Hi English learners, welcome to SVK English classes. I am Sunny Varkike. Live paycheck to paycheck. അതാണ് ഇന്നത്തെ ഇഡിയം. അതായത് വളരെ ബുദ്ധിമുട്ടി ജീവിക്കുക, അധികം സേവിങ്സ് ഒന്നും ഇല്ലാതെ. ഇപ്പോൾ ഒരാൾക്ക് 1000 റുപ്പീസ് അല്ലെങ്കിൽ 2000 റുപ്പീസ് ഇൻകം ഉണ്ടെന്ന് വെച്ചാൽ അത് ജസ്റ്റ് അതുകൊണ്ട് മാനേജ് ചെയ്യാം. നമുക്ക് സേവ് ചെയ്യാനൊന്നുമില്ല. ഫ്രം ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസ് നമുക്ക് പറയും. കുറച്ച് പൈസ കിട്ടുക, അത് അപ്പോഴേ ചിലവാക്കി പോവാം. വി ഡോണ്ട് ഹാവ് എനിത്തിങ് ടു സേവ്. അതാണ് ലിവ് പേ ചെക്ക് ടു പേ ചെക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഇനഫ് മണി ടു കവർ അവർ എക്സ്പെൻസസ്, നോട്ട് മോർ ദാൻ ദാറ്റ്. ഒരു എക്സാമ്പിൾ പറയാം. ഐ എം ടയർഡ് ഓഫ് ലിവിങ് പേ ചെക്ക് ടു പേ ചെക്ക്. ഐ നീഡ് ടു സ്റ്റാർട്ട് സേവിങ്. എനിക്ക് ഈ പേ ചെക്ക് ടു പേ ചെക്കായി ജീവിക്കാൻ പറ്റാതായി തുടങ്ങി. കാരണം ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു എക്സ്പെൻസ്, ഒരു റിക്വയർമെൻറ്റ് വന്നാൽ ഐ ഡോണ്ട് ഹാവ് എനി മണി. അപ്പോൾ അങ്ങനെ പറ്റില്ല, എനിക്കൊരു എക്സ്ട്രാ ഇൻകം വേണം കുറച്ചുകൂടി. ഇതിപ്പോൾ കിട്ടുന്നത് അത് അത്രയും കണ്ട് ചിലവഴിക്കണം. പേ ചെക്ക് ടു പേ ചെക്ക് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നതാണ്. ഇഫ് ഐ ലൂസ് മൈ ജോബ് ഐ ഡോണ്ട് നോ വാട്ട് ഐ വിൽ ഡു സിൻസ് ഐ ആം ലിവിങ് പേ ചെക്ക് ടു പേ ചെക്ക്. എനിക്ക് എൻ്റെ ജോലി അല്ലാതെ വേറൊരു സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. അപ്പോൾ ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം കൊണ്ട് അത് അപ്പം ചിലവഴിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെ സർവൈവ് ചെയ്യും എന്നെനിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഹീ ഫൈനലി ഗോട്ട് എ റേസ്, സോ ഹി ഡസൻറ്റ് ഹാവ് ടു ലീവ് പേ ചെക്ക് ടു പേ ചെക്ക് എനിമോർ. ഇത്ര നാൾ അയാൾ ജസ്റ്റ് 5000 രൂപ ശമ്പളം കിട്ടും. ആ 5000 രൂപ അയാൾ റെൻറ്റ് കൊടുക്കും, കുട്ടികളുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യും, ഹെൽത്ത് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവുകൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഒരു സേവ് ചെയ്യാൻ ഒരു പൈസ ഇല്ലാത്തൊരവസ്ഥ. പക്ഷെ ഇപ്പോഴത്തെ റേസ് കിട്ടി, സാലറി റേസ്, ഒരു സാലറി ഹൈക്ക് കിട്ടി. അപ്പോൾ കുറച്ച് പൈസ സേവ് ചെയ്യാം എന്നർത്ഥം. അപ്പോൾ ലിവ് പേ ചെക്ക് ടു പേ ചെക്ക് എന്ന് ഉദ്ദേശിച്ചാൽ ടു ഹാവ് എ ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസ്. യു ഡോണ്ട് ഹാവ് എനിത്തിങ് എക്സ്ട്രാ ടു സേവ് ഫോർ എ റെയിനി ഡേ or for tomorrow. Okay, I think you have understood the idiom well. Thank you very much.